നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്നും ഒരു കൊലപാതക വാർത്ത പുറത്തു വന്നത്. ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം അയാൾ അവിടെ നിന്നും മുങ്ങുകയായിരുന്നു. ശേഷം കഴിഞ്ഞ ദിവസം അയാളുടെ മൃതശരീരം റെയിൽവേ പാളത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങൾ, ചില കോലാഹല സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. മാത്രമല്ല ചില ഊഹാപോഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരികയാണ്. അതായത് ഈ മരിച്ച അല്ലെങ്കിൽ കൊലപാതകം നടത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് നിലവിൽ മനസ്സിലാകുന്ന ഈ ഭർത്താവ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വീട്ടിൽ പ്രശ്നമുണ്ടായ സമയത്ത് തന്നെ പോലീസിനോട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാര്യയുടെ ചില സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല അടുത്തുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഈ ഭാര്യ മറ്റൊരു മതത്തിൽ നിന്നുമാണ്, ഇവർ മറ്റു മതക്കാരെ ഒന്നിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ 4 മക്കൾ അനാഥരാകുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ അമ്മ മരിക്കുന്നു, ശേഷം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അച്ഛനും മരിക്കുന്ന ഒരു സാഹചര്യം. ആ 4 മക്കളും ഇപ്പോൾ അനാഥരാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കേസിൽ തമിഴ്നാട്ടിലെ ചിദംബരത്ത് റെയിൽവേ ട്രാക്കിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആത്മഹത്യ എന്നാണ് പോലീസ് നിഗമനം. ചിദംബരത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെ ഉള്ള റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ആധാർ കാർഡിലെ മേൽവിലാസം വഴി റെയിൽവേ പോലീസ് മണ്ണന്തല പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിച്ചു. അതുപോലെ തന്നെ പുലർച്ചെയാണ് ഹസീന നാലാഞ്ചിറ ഉദയന്നൂരിലെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ടത്. സുരേഷ് വീട്ടിൽ നിന്നും കടന്ന കാറ് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപം കണ്ടെത്തിയിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. 4 മക്കളാണ് സുരേഷ് ഹസീന ദമ്പതികൾക്കുള്ളത്. സുരേഷിന്റെ കാറ് ലോക്ക് ചെയ്ത നിലയിലാണ് ബാലരാമപുരത്ത് കണ്ടത്. സുരേഷിന്റെ കാറ് ലോക്ക് ചെയ്തത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഈ കാറിന്റെ താക്കോൽ എവിടെയാണെന്നോ എന്നതിനുള്ള വ്യക്തതയില്ല. എന്തായാലും ഈ കാറ് കണ്ടതുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മണ്ണന്തല പോലീസ് കണ്ടെത്തി. ഇയാളുടെ ബന്ധുക്കൾ ഇതിന് സമീപത്ത് പല ഭാഗത്തും താമസിക്കുന്നുണ്ട്. ചെറുപ്പകാലത്ത് സുരേഷും ഇതിനു സമീപമാണ് താമസിച്ചിരുന്നത്. കരമനയിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് കാറ് കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. തുടർന്ന് ഇയാൾ പ്രാവച്ചമ്പലം വരെ കാറിൽ വരുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. ഇന്നലെ പരിശോധനയിലാണ് കാർ ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ മുതൽ കാർ ഇവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാരും റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ നടക്കാൻ എത്തിയവരും പറയുന്നുണ്ട്. സുരേഷിനെ ബുധനാഴ്ച രാവിലെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കണ്ടവരുണ്ട്. ഇവിടെ നടക്കാനെത്തിയ മറ്റൊരാളുടെ തൊപ്പി കൈക്കലാക്കിയതായും പറയുന്നുണ്ട്. തൊപ്പി വെച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സുരേഷ് വ്യായാമം ചെയ്തിരുന്നതായും ചിലർ കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം വന്ന ഏതെങ്കിലും ട്രെയിനിൽ കയറി ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. കാറിന്റെ താക്കോൽ കണ്ടെത്തിയ ശേഷം ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കും. ഇതിനുശേഷം തുടരന്വേഷണത്തിനായി കാറ് മണ്ണന്തല സ്റ്റേഷനിലേക്ക് മാറ്റും. കുട്ടികൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഇനി ആരുണ്ട് എന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് മുന്നിലാണ് പലരും പകച്ചു പോകുന്നത്. കാരണം ഈ സംഭവം നടന്ന ആ സമയം തന്നെ കുട്ടികളുടെ ടീച്ചേഴ്സ് 2 പേര് അവിടേക്ക് എത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത 2 പേരും പ്രായപൂർത്തിയായ 2 പേരുമാണ്. 4 മക്കളാണ് ഇവർക്കുള്ളത്. ഈ 4 മക്കൾ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് സത്യത്തിൽ ഇവിടെ നിൽക്കുന്നത്. അമ്മയെ കഴുത്തറുത്ത് കൊന്നതിന്റെ ശേഷം വീട് വിട്ടുപോയ അച്ഛന്റെ മൃതദേഹം തമിഴ്നാട്ടിലെ ചിദംബരത്ത് റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ വിവരം രാത്രി വൈകിയും കുട്ടികളെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊല്ലപ്പെട്ട അമ്മ ഹസീനയുടെ മാതാപിതാവിനൊപ്പം നാലാഞ്ചിറയിലെ വാടക വീട്ടിലാണ് കുട്ടികൾ ഇപ്പോഴുള്ളത്. അമ്മയുടെ വേർപാടിന്റെ ഞെട്ടലിൽ കരഞ്ഞു തളർന്ന കുട്ടികളോട് സുരേഷിന്റെ വിയോഗ വിവരം എങ്ങനെ അറിയിക്കുമെന്ന് അറിയാതെ വിഷമിക്കുകയായിരുന്നു ബന്ധുക്കൾ. പക്ഷേ ഒടുവിൽ അവരത് അറിയിച്ചു. ഇന്ന് ആ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ, മറ്റു നടപടികൾക്ക് ശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ 2 മക്കൾക്കും തീർച്ചയായിട്ടും അവർ 2 പേരും അച്ഛനും അമ്മയാണ്. അവർക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. മറ്റ് ചില കുടുംബ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവിയെയും അവരുടെ സന്തോഷത്തെയും ഒക്കെയാണ് മാനസികമായി തകർക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത്തരം സംഭവ വികാസങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം.